തീവ്രവാദത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വരുമ്പോൾ അവിടെ ആശയത്തെയാണ് ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ നാസിസത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആ നാസിസത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഒരു ഹിറ്റ്ലറെ കൊന്നതുകൊണ്ട് മാത്രമൊന്നും കാര്യം തീരില്ല. അവിടെ നമ്മൾ അതിന് പിന്നിൽ ആ ഒരു സ്വഭാവം കാണിക്കുന്ന നാസി സ്വഭാവങ്ങൾ കാണിക്കുന്ന അതിൻ്റെ ആ സിഗ്നൽസ് നമ്മൾ എവിടെ കണ്ടാലും അതിനെ നമ്മൾ എതിർക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇത്തരം ആശയങ്ങൾ അത് ഇതിൽ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരേക്കും ഒരു വലിയ അളവിൽ മുസ്ലിങ്ങൾ, ഞാൻ എൻ്റെ വാക്കിൽ പറയുന്ന അഴകുഴമ്പൻ മുസ്ലിങ്ങളാണെന്ന് പറയുക, അവർക്ക് ഇസ്ലാമിലുള്ളത് എന്താണെന്ന് അറിയില്ല. അത് അറിയാതെ ജീവിക്കുന്ന ഒരുപാട് നല്ല മുസ്ലിങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ ഇത് പഠിച്ചിട്ട് ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു വഴി, അത് ഏതായാലും അവർ ചെയ്യാൻ പോകുന്നില്ല. കാരണം അതിന് ആവശ്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താണ്, ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇത്രയൊക്കെ മതം മതി എന്നുള്ളതാണ്. അവിടെ ഒരു പരിധിയിൽ കൂടുതൽ മതം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മതത്തിലെ യഥാർത്ഥ വശങ്ങൾ എടുത്തു വെച്ചുകൊണ്ട്, ഇവർക്ക് അറിയാത്ത വശങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇത് അറിയുന്ന ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നം, ജനാധിപത്യ വിരുദ്ധത, മതേതരത്വ വിരുദ്ധത, അതല്ലെങ്കിൽ ഇതുപോലെ ഈ ഡിവിഷൻ്റേതായിട്ടുള്ള പലതരത്തിലുള്ള സാധനങ്ങൾ, കാഫിർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന അധിക്ഷേപങ്ങൾ, ഇതുപോലുള്ള സാധനങ്ങൾ വരുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുമ്പോൾ അത് പറയുമ്പോൾ ഇത് മതത്തിനകത്തെ ഉള്ള കാര്യമാണ്, ഇത് മതത്തിലെ തെറ്റായൊരു വശമാണ് എന്ന് പറയേണ്ട ബാധ്യത നമുക്കില്ലേ? അപ്പോൾ അത് പറയേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അത് അവർക്ക് വിഷമമാകുമെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത് ശരിയാണ്? ആ ഒരു വിഷമം, ആ ഔചിത്യ ബോധം, അങ്ങനെ പറഞ്ഞാൽ അവർക്ക് പ്രശ്നമാകുന്നുള്ള ചിന്ത, അത് നിങ്ങൾക്ക് ഹിന്ദു മതത്തിൽ നവോത്ഥാനം ചെയ്യുമ്പോൾ കാണാറില്ലല്ലോ. ഹിന്ദു മതത്തിലൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ പച്ചയ്ക്ക് പറയുന്നു, അത് പറയണം. ഹിന്ദു ദൈവങ്ങൾ ഇപ്പോൾ ഗണപതി മിത്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ കാര്യം വരുമ്പോൾ അവിടെ മിത്താണോ മിത്തല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കടന്ന് ഉരുണ്ട് മറിയുന്നതാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.